അമ്മ ഉം. അമ്മ എന്താ വേണ്ടേ? ഞാൻ കൂടെയുള്ള അമ്മയ്ക്ക് പ്രയാസമാണ്. ഞാൻ വഴക്ക് പറഞ്ഞത് നിനക്ക് സങ്കടമായോ? എങ്കിൽ എൻ്റെ മോൻ പോയി കിടന്നുറങ്ങ. എനിക്ക് ഉറക്കം വരുന്നില്ല അമ്മ. നമ്മളെ മേടിക്കാൻ നമ്മുടെ സ്ഥലത്തെ പറ്റി പറ. നീ കിടന്നുറങ്ങ ഉറുമീസേ. ഒന്ന് പറയാമേ, അന്ന് പറഞ്ഞ പോലെ. ഒരു പ്രാവശ്യം പറയും, അത് കഴിഞ്ഞ് നീ കിടന്നുറങ്ങിക്കണം. നമ്മൾ ജോലിയെടുത്ത് കാശെല്ലാം കൂട്ടി വെച്ച് ഒരു വീടും പറമ്പും മേടിക്കും. പറമ്പെന്ന് വെച്ചാൽ വലിയ ഒരു പറമ്പ്, മാവും പ്ലാവും എല്ലാം ഉള്ളത്. അതിൽ നമ്മൾ കുറെ പശുക്കുട്ടികളെയും ആട്ടുംകുട്ടികളെയും വളർത്തും. എന്നിട്ട് കൊച്ചു കൊച്ചു കൂടുണ്ടാക്കി അതില് മുയലിനെയും പൂച്ചനെയും വളർത്തണം. ഇപ്പൊ നിനക്കെല്ലാം അറിയാലോ. എന്നാ നമ്മളെ സ്ഥലം വാങ്ങാൻ പോകുന്നത്? കൊറേ കഴിഞ്ഞ് നീ കിടന്നുറങ്ങ. നമുക്ക് പല നിറത്തിലുള്ള മുയലുകൾ വേണം. ചുമല, പച്ച, മഞ്ഞ, വെയില, ചുമല, പച്ച, വെള്ള, അങ്ങനെ കുറെ. എന്നിട്ട് ഞാനും അമ്മയും കൂടെ സുഖമായിട്ട് ജീവിക്കും. അപ്പൊ നമ്മളെ പിടിക്കാൻ പോലീസുകാർ വരുമല്ലോ. നീ കിടന്നുറങ്ങ. നാളെ ഉണ്ണീശ്വരന്റെ ജന്മപ്പെരുന്നാളാ. രാത്രി ഉറക്കം നിൽക്കേണ്ടതാ. അപ്പൊ നാളെ അമ്മ എനിക്ക് പുട്ടുണ്ടാക്കി തരും അമ്മേ? ഇറച്ചി അമ്മേ ഉണ്ടാക്കി തരാം. ഇന്നാ ഈ ആഴ്ചത്തെ കൂലി. ശരി മുതലാളി, 200 അരിയും കൂടെ കിട്ടിയ കൊള്ളായിരുന്നു. കൈയിരിക്കുന്ന കാശ് കൊടുത്താൽ അരി കിട്ടുമല്ലോ. നാളെ ക്രിസ്മസ് അല്ലേ മുതലാളി? ഉറുമിച്ചിന് ഇച്ചിരി ഇറച്ചി മേടിക്കാൻ കൂടെ തികയല്ല. ഇനിയിപ്പോ ഇറച്ചൂടെ മേടിച്ചു കൊടുക്കാത്ത കുറേ ഉള്ളൂ. ഇപ്പൊ തന്നെ അവന് കാറ് തല്ലിപ്പൊളിക്കാനും കശവിശ ഉണ്ടാക്കാനും ആരോഗ്യം കൂടുതലാ. തള്ള പോ. അധികം മൊശടനാന്ന് അറിഞ്ഞിട്ടും എന്നാത്തിന് അവിടെ ചെന്ന് ചോദിച്ചേ? ചേട്ടത്തിക്ക് എന്നോട് ചോദിച്ചാ പോരായിരുന്നോ? മുതലാളിയോടല്ലേ? മുതലാളി ചേട്ടത്തി ഇങ്ങ് കയറി വന്നേ. ചേട്ടത്തി ആ തോർത്ത് ഇങ്ങനെ നീട്ടിക്കേ, നീട്ടിക്കേ. ഇന്നത്തെ കാലത്ത് ഓരോന്നിന്റെ വില കുഞ്ഞിനറിയാലോ, അതുകൊണ്ട് വാങ്ങുന്നതാ. എനിക്കറിയാം, നല്ലൊരു ദിവസമല്ലേ. ചേട്ടത്തി ചെല്ലേ. ഞാൻ തന്നതാന്ന് ആരോടും പറയല്ലേ. മറിയേ, എന്നതാടി ഈ തോർത്തിനകത്ത്? എന്നാടി വായി നാക്കില്ലേ? ചോദിച്ചാ കേട്ടില്ലേ? തോർത്ത് കാണിക്കടി, തോർത്ത് കാണിക്കാൻ. തിരിഞ്ഞ് വന്നതിനൊക്കെ ജോലി കൊടുത്ത എന്നെ വേണം പറയാൻ. എന്തിനാ എന്റെ അമ്മയെ തള്ളിയിട്ട്? അമ്മ അരി കെട്ടത് പോരാ, എന്നെ പിടിച്ച് തള്ളുന്നോടാ തെണ്ടി. പിടിക്കണവനെ. പുതിയൊരു സ്ഥലത്തേക്കാണ് ഇനി പോകുന്നത്. അവിടെ നമ്മളല്ലാതെ നമുക്കാരും ഉണ്ടാവില്ല. അവിടെ ചെന്ന് എൻ്റെ മോൻ പഴയ പോലെ ഒന്നും പെരുമാറരുത്. ഇനിയെങ്കിലും എല്ലാം കണ്ടറിഞ്ഞ് നീ ചെയ്യും. അവിടെ ഇരിക്കുവാന്നോ മതി കുടിപ്പിച്ചത്? ഇനി വിട്ടേ. അതിനിവിടെ ഉണ്ടായിട്ട് വേണ്ടേ? നീങ്ങുവാ, രണ്ടുപേരും തിരക്ക് നിൽക്കുവാ. മൂപ്പന്റെ മോളാ. എവര് മൂപ്പനെ തിരക്ക് വന്നിരിക്കുവാ. ഞാനും അങ്ങനെ തിരക്കി തന്നെ നടക്കുന്നത്.
മാനേജർ സാറ് പറഞ്ഞു മൂപ്പനെ കണ്ട വീടിന്റെ ജോലിക്ക് ചേർന്നതാ. ഈ അപ്പൻ ഇത് എവിടെ പോയി കിടക്കാന്ന് ആർക്കറിയാം? ഇന്നലത്തെ പോലെ മുങ്ങി കാണും. പോയിട്ടിങ്ങ് വരുമല്ലോ. നിങ്ങൾ വാ. വാ. ഈ അപ്പൻ എപ്പോ വരുമെന്ന് ആർക്കറിയാം? നിങ്ങൾ വീട്ടിലോട്ട് കയറിയിരിക്കേ. ആഹാ, കോഴിയെ കണ്ണു വെക്കാണോ? കയറിയിരിക്കേ. അമ്മ ഇരിക്കേ, ഞാൻ ഇപ്പൊ വരാം. അമ്മേ, കോഴിക്കുഞ്ഞിന് എത്ര നിറങ്ങളാ? ഒന്നിനെ ഞാൻ എടുത്തോട്ടെ. നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ജീവനെ കൈവെടിഞ്ഞു. വീടെത്തി നിങ്ങൾ വേഗം പൊക്കോ. സൂസിയുടെ വായിരിക്കുന്ന നിങ്ങളും കൂടി കേൾക്കേണ്ടി വരും. ചുമട്ടൂല്ല നാളെ ചായക്കടയിൽ വരുമ്പോ തരാ. സൂസി മോളെ, മോളെ, അപ്പനെ ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്, വേണേ എടുത്തോ. ആ സ്ഥലം വിട്ടോ, പുലിവാല. അയാൾ ചത്തുപോയ? മിണ്ടാതിരിക്കടാ. കള്ളും കുടിച്ച് ദിവസം ഓരോ വേല ഇറക്കിക്കൊണ്ട് വരും. മനസ്സിലായി? എനിക്ക് വേറെ ആളുള്ളത് കൊണ്ട് കൊള്ളാം. ഇല്ല എന്റെ വായിലിരിക്കുന്നത് കേട്ടാന്. അപ്പ എനിക്ക് അപ്പനെ കാണാൻ വന്നിരിക്കുക ഇവര്. ഞങ്ങള് ഇപ്പൊ എന്ത് പറഞ്ഞാലും അപ്പന്റെ തലയിൽ ഒന്നും കേറുകയല്ല. ദേ താക്കോൽ ഞാൻ എടുത്തു കൊടുക്കാം. താക്കോല് എന്തിനാ? കാശ് ചെയ്തിട്ട് താക്കോല് വാങ്ങിക്കാം. അമ്മേ, അയാളെന്താ ചത്ത പോലെ വന്നേ? ആ പെങ്കൊച്ചു പറഞ്ഞ നീ കേട്ടില്ലേ? ഈ കോഴിക്കുഞ്ഞിന് എന്താ നീല നിറം? ഓ, നീ ഈ ചോദ്യങ്ങൾ നിർത്തിട്ട് ഇതൊക്കെ ഒന്ന് പെറുക്കി അടുക്കി വെക്ക. ഞാൻ വലുത് ഉണ്ടാക്കാൻ നോക്കട്ടെ. ആഹാ, പുറത്ത് തുടങ്ങിയോ? അപ്പനങ്ങോട്ട് വരാൻ പറഞ്ഞു. ഉണങ്ങാൻ നേരെ ഉരുട്ടിയാ പിന്നെ ഇതാ കറണ്ടില്ല. ഈ സൂര്യന്റെ കൂടെ വരത്തുള്ളൂ. അതൊക്കെ പോട്ടെ. അപ്പോഴേ മുതലാളി പറഞ്ഞയച്ചോണ്ടൊന്നും ഒരു കാര്യവുമില്ല. ആ മാനേജറുടെ ദുർഭരണമായി ഇവിടെ. മുതലാളിക്ക് ഇതിൽ ഇടപെടാനൊട്ട് സമയവും ഇല്ല. എതിർത്തവരെയൊക്കെ പറഞ്ഞയച്ചു പല വിധത്തിൽ. നമ്മളോട് അയാളൊന്നും പറഞ്ഞില്ലയോ? ഇല്ല. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഒന്നും പറഞ്ഞില്ലയോ? ഇല്ല. ഇയാളൊന്നും മിണ്ടുകയില്ലയോ? അധികം മിണ്ടില്ല, പക്ഷെ നല്ലോണം പണിയെടുക്കും. പോത്തിനെ പോലെ. പണി ചെയ്താലും ഇല്ലേലും തട്ടാന്റെ തൊടിയിലെ മുയലിനെ പോലെ ഈ നാട്ടിൽ പൊറുക്കാനൊക്കൂ. പേടിച്ചരണ്ട്. ഇവിടെ മുയലുണ്ടോ? മുയലോ? അല്ല, ഇവന് മുയലിനെ വലിയ ഇഷ്ടാ. ഓ, മുയലിറച്ചിയല്ലയോ? പഷ്ട. ഇറച്ചിയല്ല, ജീവനുള്ള മുയല്. തടവൻ. തടവാനോ? എടാ ഉർമിസേ, നീ ഇത് കഴിച്ചേ. എനിക്ക് വേണ്ട, ഇത് കഞ്ഞിയാ. എനിക്ക് പുട്ട് മതി. പുട്ടോ? എനിക്ക് പുട്ടാ ഇഷ്ടം. എല്ലാരും എന്നെ പുട്ടുറുമീസ് എന്നാ വിളിക്കുന്നത്. ചെറുതേ, എന്നതാ അവന് വാലും തലയും ഇല്ലാത്തൊരു സംസാരം? അല്ല, അധികം ഇന്ത്യ പുളിങ്ങുന്നതിനെ പോലെ ഇവിടെ നിന്ന് ഓടിച്ചിടാന്ന് അമ്മ പറഞ്ഞു. ഓടിച്ചു വിട്ടെന്നോ? അല്ല, അവിടെ മുതലാളിയുടെ കൈ ഓടിച്ചപ്പോ എല്ലാരും കൂടെ ഓടിച്ചു വിട്ടതാ. കൈ ഓടിച്ചെന്നോ? ആ, ചെറുതെ പിടിച്ചപ്പോ ഒടിഞ്ഞു പോയി. എന്റെ കർത്താവേ. ഇതാണ് എന്റെ മോൻ. എന്തെപ്പ പറയണമെന്നറിയില്ല. ബുദ്ധി വളരാതെ ഞാൻ കാല് പിടിക്കാം. ദൈവത്തെ ഓർത്ത് ഇതാരോടും പറയരുത്. പിന്നെ ആരും ഇവനെ ജോലിക്ക് എടുക്കില്ല. ഞാനല്ലാതെ ആരും ഇല്ല ഇവന്. അമ്മ കരയാതെ കഞ്ഞി കുടിക്കേ. ഞാനിത് ആരോടും പറയത്തില്ല. അൽക്കുലത്തുണ്ടാക്കാതെ നടന്നാൽ നിങ്ങൾക്ക് കൊള്ളാം. ചേട്ടത്തി കഞ്ഞി കുടിക്കേ. Come on. വേറെ സഹിക്കാൻ വയ്യ. ഇന്നലത്തെ മുഴുവൻ തീർന്നോ? ഇത് ഇന്നലെ രാത്രിയിലേ തീർന്നു. ഭയങ്കര തണുപ്പല്ലായിരുന്നോ? ഞാൻ ഈ ചായക്കടയുടെ കൂടെ വാറ്റും കൂടി തുടങ്ങില്ലായിരുന്നെങ്കിൽ മൂപ്പനെ പോലുള്ളവർ വിറച്ച് ചത്തേനെ. തന്റെ അമോണിയം സൾഫേറ്റ് കഴിച്ചാ
40 വയസ്സുകാരനായ ഞാൻ 80 വയസ്സുകാരന്റെ കോലത്തിലായത്. ഉം. 2 പരിപ്പൂടോടെ തടോ. ഏ? ഇന്ന് തണുപ്പ് ലേശം കുറവുണ്ട് ഇല്ലയോടാ മുത്തു? ആമാ. ഒന്ന് വേഗം കഴിക്ക. എനിക്കൊരു ഉച്ചയുടെ വേണം. ആ. ഓ ഇതെന്നാ തീറ്റിയാടാ ഉറുമീസേ, ദൈവം പൊക്കാലോ കേട്ടോ. തിന്നോ തിന്നോ. പേര് തരാം. ഒരു ടീ ഉടനെ. ആഹാ കഴിഞ്ഞില്ലേ? എല്ലാരും പെട്ടെന്ന് തീർത്തിട്ട് വണ്ടിയിലേക്ക് കയറ്. അക്കൗണ്ടിൽ കൊടുക്കണേ. എന്താ ജയന്തി, സുഖമാണോ? എന്ത് പറയാനാ സാറേ, കഴിയുന്നു. ഈയിടെയായിട്ട് നിന്റെ ആട്ടിന് സ്പീഡ് തീരെ പോരാ. ഓ, ഞങ്ങൾ ഇങ്ങനെയൊക്കെ കഴിഞ്ഞോളാവേ. ശരി ശരി നടക്കട്ടെ. ഇടിക്കേണ്ട അവസ്ഥയൊന്നും ആയിട്ടില്ലടാ. മാതാവേ. എന്താടാ സമയത്തിനൊക്കെ വന്നൂടെ? നീ ഇന്നലെ എവിടെയായിരുന്നു? ഓ യൂണിയൻ ഉണ്ടാക്കാൻ നടക്കല്ലേ? വന്ന് കേറിയിട്ട് 3 മാസം ആയിട്ടില്ല. അതിനു മുമ്പ് തുടങ്ങി. ആ കേറ്. സുഖമല്ലോടി മോളെ. വണക്കം സാർ. Penny, go. ഇറക്കടാ താഴെ. നിന്നോടാ പറഞ്ഞ് താഴെ ഇറക്കാൻ. ഇറക്കടാ അവളെ. ഈ പെണ്ണിനെ പൊക്കിയെടുക്കാൻ നിന്നോട് ആര് പറഞ്ഞു? പട്ടി. ഓ, പട്ടി വന്നാ നീ ഏത് പെണ്ണിനെ പൊക്കും അല്ലടാ റാസ്കൽ. ബ്ലഡി റാസ്കൽ. തടിമെടുക്കൊണ്ടെന്നൊരു തോന്നലുണ്ടെങ്കിൽ അത് മനസ്സിൽ വെച്ചാ മതി. ഇവിടെ നടക്കത്തില്ല. ഇപ്പോഴത്തെ മുതലാളിയുടെ അപ്പൻ വലിയ തെന്നക്കാടനും ചേർന്നാണ് ഈ കണ്ട ഇടമെല്ലാം വെട്ടിപ്പിടിച്ചത്. അന്ന് ഞാൻ കൊച്ചു മുതലാളി സ്റ്റീഫൻ കൈക്കുഞ്ഞും. മുതലാളിയുടെ മരണശേഷം
ഇതിന്റെ എല്ലാ ചുമതലയും സ്റ്റീഫൻ ഏറ്റെടുത്തു. അന്ന് മുതൽ കൊച്ചു മുതലാളിയുടെ കൂടെ തോട്ടപ്പുഴു പോലെ ഒട്ടിയവനാ ഈ ശിവൻ. അവന് ഡ്രൈവർ പണി മാത്രമായിരുന്നില്ല. മുതലാളി ചെറുപ്പം, സുന്ദരൻ, ശുദ്ധൻ, കയ്യിലാന്ന ഇഷ്ടം പോലെ കാശ്. വഴിതെറ്റാൻ ഇനി വേറെ വല്ലതും വേണോ ചേട്ടത്തിയെ? അങ്ങനെ ഒരു ചുറ്റിക്കളിയിൽ ഉണ്ടായ പെണ്ണാ ഇവള്. ഏത്? ശിവന്റെ ഭാര്യ സുഭദ്ര. അന്ന് എന്തോ പ്രശ്നം ഉണ്ടായപ്പോ പെണ്ണിനെ കൊച്ചു മുതലാളി ശിവന്റെ തലയെ കെട്ടിവെച്ചു. അതോടെ ഡ്രൈവർ മാനേജരായി, പണമായി, പത്രാസായി, ആരെയും പേടിയില്ലാണ്ടുമായി. ഇപ്പോഴും അവിടെ കയ്യിലാ ഈ കൊച്ചു ചെന്നക്കാടൻ. അതുകൊണ്ട് അവനിവിടെ എന്തും ചെയ്യാം. ചോദിക്കാനും പറയാനും ആർക്കും ധൈര്യമില്ലെന്നേ. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളതാ രണ്ട് പറയാൻ. പിന്നെന്താന്ന് വെച്ചാ എന്റെ മോൾ ഒറ്റയ്ക്കായി പോവും. ഇവിടെ നിട്ടെറിഞ്ഞിട്ട് പോയാലോ എന്നൊരു ആലോചിച്ചതാ. പക്ഷെ കഴിയുന്നില്ല. എന്റെ സൂസി അമ്മച്ചി ഇവിടുത്തെ കുഴിമാടത്തിൽ. ഞാൻ കാരണം ഒരുപാട് അടി കൊണ്ടുവല്ലേ? എനിക്ക് വേദന എടുത്തില്ല. എനിക്ക് ഒത്തിരി സങ്കടം വന്നു. ഞാൻ ഒട്ടും വിചാരിച്ചില്ല എന്നെ അങ്ങനെ അടുത്ത് പൊക്കുമെന്ന്. അല്ലെ പട്ടിയൊന്നും കടിക്കലായിരുന്നു. പക്ഷെ ആർക്കും ഇതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല. ആ, എനിക്ക് തോന്നി. ഇയാളെ ഞാൻ എന്താ വിളിക്കണ്ടേ? അതിപ്പോ പുട്ടെന്ന് വിളിച്ചാ മതി. പുട്ടോ? ആ,